വരയാടുകളുടെ ആവാസ കേന്ദ്രമായ ഇരവികുളം ദേശീയോദ്യാനത്തിൽപ്പെട്ട രാജമലയിൽ വരയാടുകളുടെ പ്രജനനകാലം ആരംഭിച്ചു. രാജമലയിലെ ടൂറിസം സോണിൽ പുതുതായി പിറന്ന 3ലധികം കുഞ്ഞുങ്ങളെ വനപാലകർ കണ്ടെത്തി. പ്രജനനകാലം തുടങ്ങിയതോടെ ഇരവികുളം ദേശീയോദ്യാനം അടച്ചിടുന്നതിനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കും. സാധാരണയായി ജനുവരി മധ്യത്തോടെയാണ് വരയാടുകൾ പ്രസവിച്ചു തുടങ്ങുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ ജനുവരി ആദ്യവാരം തന്നെ കുഞ്ഞുങ്ങൾ പിറന്നു തുടങ്ങി. വരയാടുകളുടെ പ്രജനനം മുൻനിർത്തി ഫെബ്രുവരി മുതൽ 2 മാസത്തേക്ക് ഇരവികുളം ദേശീയോദ്യാനം അടയ്ക്കാൻ വനം വകുപ്പ് നടപടി സ്വീകരിക്കാൻ തുടങ്ങുന്നതിനിടെയാണ് 5ലധികം പുതിയ കുഞ്ഞുങ്ങളെ കണ്ടെത്തിയത്. ഇതോടെ വരയാടുകളുടെ സുരക്ഷിതമായ പ്രജനനത്തിന് വകുപ്പ് നേരത്തെ തന്നെ ഒരുക്കങ്ങൾ ആരംഭിച്ചു. കഴിഞ്ഞ വർഷം ജനുവരി 14-നാണ് രാജമലയിൽ പുതുതായി പിറന്ന കുഞ്ഞുങ്ങളെ കണ്ടെത്തിയത്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അനുമതി ലഭിച്ചാൽ വരയാടുകളുടെ പ്രജനനകാലം സുഗമമാക്കുന്നതിനായി ഫെബ്രുവരി 1 മുതൽ മാർച്ച് 31 വരെ ഉദ്യാനം അടച്ചിടുമെന്നാണ് സൂചന. കഴിഞ്ഞ വർഷത്തെ കണക്ക് പ്രകാരം ഏപ്രിലിൽ നടന്ന കണക്കെടുപ്പിൽ 830 വരയാടുകളെ കണ്ടെത്തി. ഇതിൽ 144 എണ്ണം പുതുതായി പിറന്നവയായിരുന്നു. ക്രിസ്മസ് പുതുവത്സര അവധി പ്രമാണിച്ച് ആയിരക്കണക്കിന് സഞ്ചാരികളാണ് രാജമലയിലേക്ക് എത്തുന്നത്. വരയാടുകളെ തൊട്ടടുത്ത് കാണാൻ കഴിയുന്ന രാജ്യത്തെ ഏക പ്രദേശമാണ് വരയാടുകളുടെ ആവാസ കേന്ദ്രമായ രാജമല. ഉദ്യാനം അടയ്ക്കുന്നതോടെ സന്ദർശക സോണായ രാജമലയിൽ വിദേശ സഞ്ചാരികൾക്കുള്ള പ്രവേശനവും നിരോധിക്കും. കൈരളി ന്യൂസ്, ഇടുക്കി.